ഹലോ പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്ന് കാലത്ത് നമ്മൾ കണ്ട ഒരു വാർത്തയുടെ പോസ്റ്ററാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. SDPI മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ ഒരുങ്ങുന്നു. അതിലേക്ക് വരും മുമ്പ് കേരളത്തിൽ BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ചില മണ്ഡലങ്ങളുണ്ട്, നിയമസഭാ മണ്ഡലങ്ങൾ. അവർ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു പോരുന്ന തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് പോലുള്ള, പാലക്കാട്, അതുപോലെ കാസർഗോഡ് ജില്ലയിലെ ചില മണ്ഡലങ്ങൾ. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് മഞ്ചേശ്വരം. നാളിതുവരെ കേരളത്തിൽ BJP ദേശീയ തലത്തിൽ പോലും ശക്തി ആർജിക്കുന്നതിന് മുമ്പ് പോലും വലിയ വോട്ട് ബേസുള്ള വിജയത്തോളം പോകുന്ന മത്സരങ്ങൾ നടത്തിയ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. നമുക്കറിയാം, 2016 K സുരേന്ദ്രൻ അവിടെ പരാജയപ്പെടുന്നത് കേവലം 37 വോട്ടുകൾക്കാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ PDP സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ട്. വലിയ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് അണികൾ സംസാരിക്കുന്ന PDPക്കാർ അവിടെ സുരേന്ദ്രന് അനുകൂലമായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഈ SDPI നിലവിലവിടെ മത്സരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അപ്പോൾ ആരെ നിയമസഭയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് സംശയമായിട്ട് ആളുകൾക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ചില കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. CPM ഇടതുപക്ഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം ഗൃഹസമ്പർക്കത്തിലാണ്. നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെയും പൈപ്പ് തിരിച്ചു കൊടുക്കുന്നതിൻ്റെയും ഓല മെടഞ്ഞു കൊടുക്കുന്നതിൻ്റെയും ഒക്കെ ചില വാർത്തകൾ കണ്ടു, ചില ട്രോളുകളൊക്കെ കണ്ടു. അതിൽ ആരും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് അവർ എടുക്കുന്ന ലഘുലേഖയിൽ SDPIയുടെ പേര് നീക്കം ചെയ്തു എന്നുള്ളൊരു വാർത്ത. ചില കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. കേരളത്തിലെ UDF അധികാരത്തിൽ വരാതിരിക്കാൻ, പകരം ആര് ജയിച്ചാലും പ്രശ്നമില്ല എന്നുള്ള നിലയ്ക്ക് BJPക്ക് 8 or 10 സീറ്റ് കിട്ടിയാൽ പോലും കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്നാഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ചില സമീപനങ്ങളുടെ ഭാഗം കൂടിയാണോ ഇത്തരം മത്സരങ്ങൾ എന്നുള്ളത് ആളുകൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. SDPIക്കാർ ഇത്തരം ഫാസിസ്റ്റ് വിരുദ്ധ വർത്തമാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു നടക്കുന്ന അവന്മാർ പ്രവർത്തനത്തിൽ ലീഗിനെ പരാജയപ്പെടുത്തലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തലും ഒക്കെയാണ് രാഷ്ട്രീയമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചു എന്നുകൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും കൂടുതൽ നീക്കങ്ങൾ വരട്ടെ, നമുക്കവരെ തിരിച്ചറിയാം, കൃത്യമായിട്ട് ആളുകൾ അവരെ മനസ്സിലാക്കട്ടെ. അപ്പോൾ വീഡിയോ കേട്ടതിന് നന്ദി.